ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോവാക്കീമിന്റെയും അന്നയുടെയും തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോയുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഈ ദിവസത്തിൽ എല്ലാവർക്കും ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആശംസിക്കുന്നതിനോടൊപ്പം തെന്നയുടെ അസംബ്ലിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വചനം പഠിക്കുവാൻ, വചനം ജീവിച്ചിടാൻ, വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ, നിലവേറി നൽകിടും വയറായൊരുക്കളെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി മുന്നേറിടാം. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളും മുന്നിലേതേ. പ്രാർത്ഥന. ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അതിരുട്ട സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചനത്തിലൂടെ അങ്ങേ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്ക സഭയെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹപാഠികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ. എല്ലാവരോടും, പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളോടും ബലഹീനരോടും ആദരവോടും വിനയത്തോടും കൂടി പെരുമാറുവാനുള്ള ആത്മീയ പ്രകാശം വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി അങ്ങയോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിനെന്നും സമാധാനമേകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നിന്നും ഷാനിയോസേജ്. പ്രധാന വാർത്തകൾ. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിതാഭസ്മം കേരളത്തിൽ കൊണ്ടുവന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സർക്കാർ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി. ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന സെനറ്റർക്ക് രൂപതാധ്യക്ഷൻ വിശുദ്ധ കുർബാന നിഷേധിച്ചു. എന്റെ അൽഫോൺസാമ ഗ്ലോബൽ ഓൺലൈൻ തിരുനാൾ ഇന്നലെ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിതാഭസ്മം കേരളത്തിൽ എത്തിച്ചു. കോഴിക്കോട് എത്തിച്ച ചിതാഭസ്മം പൊതുദർശനത്തിന് ശേഷം കല്ലൂരിൽ കൊണ്ടുവന്നു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും നാനാ തുറകളിലുള്ള നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളെന്ന നിലയിൽ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ നൽകും. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. അമേരിക്കൻ സെനറ്ററായ ജോൺ സെർവാന്റസിനെ ദിവ്യകാരുണ്യം നിഷേധിച്ചതായി അദ്ദേഹം തന്നെ ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തി. അബോർഷനെ അനുകൂലിക്കുന്നത് കൊണ്ടാണ് രൂപതാധ്യക്ഷൻ പീറ്റർ ബെൽഡാച്ചിനോ ഇത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിച്ചത്. വിശുദ്ധ അൽഫോൺസാമയുടെ 75ാമത് ഓർമ്മ ദിനം ആഗോളതലത്തിൽ ഇന്നലെ ആരംഭിച്ചു. ഓൺലൈൻ തിരുനാളിന് എന്റെ അൽഫോൺസാമ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ തിരുനാളിൽ ഓൺലൈനായി പങ്കെടുക്കാം. പ്രത്യേക അറിയിപ്പ്. നമ്മുടെ പള്ളിയിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ലൈവ് സ്ട്രീമിംഗിലൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ അന്ന ഗ്രേസ്. നമ്മൾ ഇന്ന് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിക്കുകയാണല്ലോ. ഇന്ന് വിശുദ്ധ അന്നയുടെയും ജോാക്വിമിന്റെയും തിരുനാൾ കൂടിയാണ്. നമുക്ക് അവരെ പറ്റി കൂടുതലായി അറിയാം. കന്യകാംബികയുടെ മാതാപിതാക്കന്മാരാണ് അന്നായും ജോാക്വിമും. പാശ്ചാത്യ സഭയിൽ 15-ാം ശതാബ്ദം മുതൽ രണ്ടുപേരുടെയും തിരുനാളുകൾ ഘോഷിച്ചു തുടങ്ങി. തങ്ങളുടെ അസാധാരണ പുത്രിയുടെ സംസർഗത്തിൽ ജോാക്വിമും അന്നായും അത്യധികം ആധ്യാത്മിക ആനന്ദം അനുഭവിച്ചു. തന്റെ കുഞ്ഞ് ഉത്ഭവ പാപരഹിതയും സർവദാ നിർമ്മലയുമാണെന്നുള്ളത് മാതാപിതാക്കൾക്ക് ആനന്ദകരമായിരിക്കുമല്ലോ. മകൾ ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറിഞ്ഞ നാൾ മുതൽ അവരുടെ സന്തോഷം എത്ര വർദ്ധിച്ചിരിക്കും. ദൈവമാതാവിന്റെ അമ്മയായ അന്ന എത്രയും വത്സലയാണ്. പേരിന്റെ അർത്ഥം തന്നെ അനുഗ്രഹദായക എന്നത്രേ. അവളുടെ വാർദ്ധക്യത്തിലാണ് മറിയം ജനിച്ചത്. യഹൂദ ശിശുക്കൾ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ശിശുഗ്രഹത്തിൽ താമസിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. തദാനുസാരം അന്ന തന്റെ ശിശുവിന് 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചുവെന്ന് ഒരു പാരമ്പര്യമുണ്ട്. അതിനാൽ തന്റെ നിർമ്മല ശിശുവിന്റെ സഹവാസത്തിൽ നിന്ന് ലഭിക്കാമായിരുന്ന ആനന്ദം അന്ന ബലി ചെയ്തു. ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് അന്നാമ്മ. അവൾ നമുക്ക് അമ്മാമയാണല്ലോ. ആ അമ്മാമ്മയുടെ മാധ്യസ്ഥം തേടിയിട്ടുള്ളവർക്കെല്ലാം അസാധ്യമായ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടെന്ന് ക്രിസ്തീയ സാഹിത്യം സാക്ഷ്യപ്പെടുത്തുന്നു. ജീനിയൻ ചക്രവർത്തി 550-ൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ അന്നാമ്മയുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം പണി ചെയ്യുകയുണ്ടായി. അന്നാമ്മയുടെ ശ്രേഷ്ഠത മറിയത്തിന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, തന്റെ വത്സലപുത്രിയെ ദൈവത്തിന് കാഴ്ചവെച്ചത് ദൈവസ്നേഹത്തിന്റെ ഉത്തമ മാതൃക ആയതുകൊണ്ടാണ്. അതിനാൽ ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ അന്നയുടെ മാധ്യസ്ഥ്യം പ്രത്യേകം അപേക്ഷിക്കാം. നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടീച്ചർക്ക് നല്ല സുഖമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും ഗ്രാൻഡ് പാരന്റ്സ് ഡേയുടെ മംഗളങ്ങൾ നേടുകയാണ്. ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, വാത്സല്യം എന്നാണ് അർത്ഥം. എത്ര പ്രായമായാലും ഓർമ്മകളൊക്കെ നശിച്ചു പോയാലും അവരുടെ മനസ്സില് കൊച്ചുമക്കളും മക്കളും എപ്പോഴും കളിയും ചിരിയുമായിട്ട് കഴിയുന്നുണ്ടാവും. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഷോർട്ട് ഫിലിം കണ്ടു, ബ്രിഡ്ജ്. അതിലെ അമ്മാമ്മയെ കണ്ടില്ലേ? മോൻ മരിച്ചുപോയി കഴിഞ്ഞിട്ടും എപ്പോഴും മോന്റെ ഓർമ്മയാണ്. നിങ്ങള് നിങ്ങളുടെ അപ്പാപ്പനോടും അമ്മാമ്മയോടും ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്കും പ്രായമായവർക്കെല്ലാം ഒരുപോലെ സന്തോഷം പകരുന്ന കാര്യമാണത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയും ഗ്രാൻഡ് പാരന്റ്സ് ഡേയുടെ മംഗളങ്ങൾ നേടുകയും ചെയ്യുന്നു. നന്ദി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേറും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേറും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകുമേ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകുമേ സ്തുതി. Saint Peter.
whose feast is celebrated on 29th June. Peter is also called Simon, is one of the 12 apostles of Jesus. He died by being nailed to a cross in Rome. We are believing that he is our first pope. Saint Paul, whose feast is celebrated on 29th June. Saint Paul was one of the leaders of the first Christians. Saint Paul was given the name Saul at birth. He was Jewish and punished the followers of Jesus. It is said that he was traveling to Damascus when a bright light shone to him and Jesus spoke to him. After this, he understood that Jesus was the Messiah. He used the name Paul. His greatest impact on Christian history comes from the letters he wrote. His thoughts on Jesus and the relationship between God and Jesus were the foundation for the development of Christianity. Saint Anthony of Padua, whose feast is celebrated on 13th June. Anthony of Padua was a Portuguese priest. He was considered as a saint of lost or stolen items. John the Baptist, whose feast is celebrated on 24th June. John the Baptist is viewed as a prophet in Christianity. He is baptized Jesus in Jordan River. സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ജൂൺ മാസത്തിൽ വിശുദ്ധരുടെ വീഡിയോ ഉണ്ടാക്കുക എന്ന മത്സരം ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ വിശുദ്ധരുടെയും ജീവചരിത്രത്തിലൂടെ കടന്നുപോയി. എന്നാൽ അനുദിനത്തിൽ തന്നെ 2-3 വിശുദ്ധരുള്ളത് കാരണം എല്ലാ വിശുദ്ധരെയും അവരുടെ തിരുനാളുകളെയും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുക എന്നത് പ്രയാസപൂർണ്ണമാണ്. അതിനാൽ തന്നെ നമുക്ക് ഏറ്റവും പരിചിതമായ 5 വിശുദ്ധരെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ആദ്യമായി വിശുദ്ധ അന്തോണീസിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ത്യാഗപൂർണ്ണമായ സന്യാസ ജീവിതത്തിലൂടെയും സത്യത്തിന്റെയും ദൈവസ്നേഹത്തിന്റെ വചന പ്രഘോഷണത്തിലൂടെയും ജീവിതം നയിച്ച് ദൈവത്തെ കണ്ടെത്തിയ വിശുദ്ധനാണ് വിശുദ്ധ പാദുവയിലെ അന്തോണീസ്. അന്തോണീസ് പിതാവ്, മരുഭൂമിയിലെ അന്തോണീസ്, ഈജിപ്തിലെ അന്തോണീസ്, അത്ഭുത പ്രവർത്തകൻ എന്നീ വ്യത്യസ്ത വിശേഷണങ്ങളാൽ നാമധാരിയാണ് വിശുദ്ധൻ. പാദുവായിലെ വിശുദ്ധ അന്തോണീസ്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 വിൻസെന്റ് മാർട്ടിസ്, തെരേസ പേസ് എന്നീ ദമ്പതികൾക്ക് ജനിച്ചു. ജ്ഞാനസ്നാന നാമം ഫെർഡിനൻഡ് എന്നായിരുന്നുവെങ്കിലും ആന്റണി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്.
17ാമത്തെ വയസ്സിൽ കൊയിംബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസ പഠനം നടത്തിയപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആഫ്രിക്കയിൽ പോയി സന്യാസം നടത്തിയ സന്യാസികളെ കണ്ട് അവരെ പിന്തുടരാൻ വിശുദ്ധൻ ആഗ്രഹിച്ചു. അങ്ങനെ തന്റെ 25ാം വയസ്സിൽ ആഫ്രിക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 26ാം വയസ്സിൽ ഇറ്റലിയിൽ പ്രസംഗിക്കാൻ ഒരു അവസരമുണ്ടായി. അവിടെ വെച്ചാണ് തന്റെ പ്രാസംഗത്തിലെ മിടുക്ക് വ്യക്തമായത്. പിന്നീട് തെരുവുകളിലും കടൽ തീരത്തും പ്രസംഗിക്കുകയും ചെയ്തു. കടൽ തീരത്ത് പ്രസംഗിക്കുന്ന അന്തോണീസിന്റെ പ്രസംഗം കേൾക്കാനായി മത്സ്യങ്ങൾ നിരയായി നിൽക്കുകയും ചെയ്തു എന്നും പറയാറുണ്ട്. തന്റെ ജീവിതകാലം മുഴുവൻ ദൈവവചനം പ്രഘോഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത വിശുദ്ധന്റെ നാവ് വർഷങ്ങൾക്ക് ശേഷവും അഴിയാതിരിക്കുന്നതായി കാണപ്പെട്ടു. നിർമ്മലതയുടെ ലില്ലിപ്പൂക്കളേന്തി ഉണ്ണീശോയെ കയ്യിലേറ്റ് നിൽക്കുന്ന പാവങ്ങളുടെ പടയാളിയായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ജൂൺ 13-നാണ് സഭ ആഘോഷിക്കുന്നത്. എപ്പോഴും സഹായിക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും വിളിച്ചപേക്ഷിക്കാം. നമസ്കാരം. ജൂൺ 21 വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ ദിനമായി ആചരിക്കുകയാണ്. ഈ വിശുദ്ധന്റെ ജീവചരിത്രം നമുക്കൊന്ന് പരിചയപ്പെടാം. 1568 ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ 9ാം വയസ്സിൽ നിത്യബ്രഹ്മചര്യം വ്രതമെടുക്കുകയും എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉപവസിക്കുകയും ചെയ്തിരുന്നു. പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ തീക്ഷ്ണമതിയും പ്രാർത്ഥനകളിൽ ഉത്സാഹമതിയുമായിരുന്ന അലോഷ്യസ് 11ാം വയസ്സിൽ ആദ്യ കുമ്പസാരം നടത്തി. കൊട്ടാര ജീവിതത്തിനിടയിൽ നൃത്തങ്ങളോടും ഉല്ലാസങ്ങളോടും വിദഗ്ധി പുലർത്തിയ അലോഷ്യസ് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിച്ചാണ് സമയം ചെലവഴിച്ചിരുന്നത്. വായനയിലൂടെ ഈശോ സഭയിലേക്ക് ആകൃഷ്ടനായ അദ്ദേഹം വീട്ടുകാരുടെ കടുത്ത എതിർപ്പിനോട് മല്ലടിച്ച് 17ാം വയസ്സിൽ അവരുടെ സമ്മതത്തോടെ നൊവിഷ്യേറ്റിൽ ചേർന്നു. 1591 റോമിൽ പടർന്നു പിടിച്ച രൂക്ഷമായ ജ്വരപ്പനിയുടെ സമയങ്ങളിൽ വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിച്ച അലോഷ്യസ് ആ പനി പിടിപെട്ട് 3 മാസത്തോളം കിടപ്പിലായി. സഭയിൽ യുവജനങ്ങളുടെ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ 23ാം വയസ്സിൽ ഈശോ എന്ന നാമം ആവർത്തിച്ചുരുവിട്ട് തന്റെ നിത്യതയിലേക്ക് പറന്നുയർന്നു. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കൾ സക്കറിയയും എലിസബത്തുമായിരുന്നു. ദേവദൂതൻ സക്കറിയോട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ യോഹന്നാൻ എന്ന് പേരിടണം. അയാൾ കർത്താവിന്റെ മുമ്പിൽ വലിയവനായിരിക്കും. വീണോ മറ്റു ലഹരി വസ്തുക്കളോ അയാൾ പാനം ചെയ്യില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ പരിപൂർണനാകും. മാലാഖയുടെ വാക്കനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി. ഈ വിവരം അറിഞ്ഞ കന്യകാ മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി ചെന്നു. മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും പരിശുദ്ധാത്മാവിനാൽ പൂരിതയാകുകയും ചെയ്തു. യോഹന്നാൻ മരുഭൂമിയിൽ തേനും കിഴങ്ങും ഭക്ഷിച്ച് പ്രായശ്ചിത്തത്തിന്റെ ജ്ഞാനസ്നാനം ജനങ്ങൾക്ക് നൽകി. ജോർദാൻ നദിയിൽ വെച്ച് യേശു ക്രിസ്തുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തി കർത്താവിന്റെ വഴി ഒരുക്കുവാനായി മരുഭൂമിയിലേക്ക് വിളിച്ചു പറയുന്ന സ്വരമായിരുന്നു സ്നാപകൻ. വരാനിരിക്കുന്ന രക്ഷകൻ താനല്ലെന്നും അവന്റെ ചെരുപ്പിന്റെ കെട്ടുകൾ അഴിക്കാൻ തനിക്ക് യോഗ്യതയില്ലെന്നും യോഹന്നാൻ പറഞ്ഞു. കുറ്റങ്ങൾ മുഖം നോക്കാതെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്റെ ശിരസ് നഷ്ടപ്പെടുത്തി. കത്തോലിക്ക പ്രവർത്തകരുടെ അഗ്രഗണ്യയിലാണ് സ്നാപക യോഹന്നാൻ. ജൂൺ 29 വിശുദ്ധ പത്രോസ്ലിയായുടെയും പൗലോസ്ലിയായുടെയും തിരുനാൾ ദിനമാണ്. ഈ വിശുദ്ധയുടെ ജീവചരിത്രം ഇന്ന് നമുക്ക് പരിചയപ്പെടാം. തോലമാരുടെ തലവനായ പത്രോസ്, മതമർദ്ദകരിലെ പ്രധാനിയായ പൗലോസ്. എന്നിട്ടും രണ്ടുപേരുടെയും തിരുനാൾ സഭ ആഘോഷിക്കുന്നത് ഒരേ ദിവസം. എന്താണ് ഈ രണ്ടുപേരും തമ്മിൽ പൊതുവായുള്ളത്? ഷിമയോൻ പത്രോസ് ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യരിൽ ഒരുവൻ, ശിഷ്യഗണത്തിന്റെ നേതാവ്. പൗലോസ് ആകട്ടെ ഗ്രീക്ക് നഗരമായ താർസൂസിൽ വളർന്ന ഒരു റോമ പൗരൻ, തികഞ്ഞ മതപണ്ഡിതൻ, സഞ്ചാരി, എല്ലാത്തിനുമുപരി യാഥാസ്ഥിതികനായ ഒരു യഹൂദൻ. രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ, ജീവിത രീതികൾ, കുടുംബ പാരമ്പര്യങ്ങൾ. നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എന്ന ഈശോയുടെ വാക്ക് കേട്ട് അവനെ പിന്തുടർന്നവനായിരുന്നു പത്രോസ്. എങ്കിലും തന്റെ ജീവിതയാത്രയിൽ പലപ്പോഴായി ഈശോയെ അവൻ തള്ളി പറയുന്നു. എന്നാൽ ഈശോയാകട്ടെ അവനോട് ക്ഷമിച്ച് പത്രോസിനെ തന്നോട് ചേർത്ത് നിർത്തുന്നു. തന്റെ അജഗണത്തിന്റെ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുന്നു. എന്നാൽ പൗലോസ് ആകട്ടെ ക്രിസ്തു ശിഷ്യരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നവൻ. എങ്കിലും ദമാസ്കസിലേക്കുള്ള തന്റെ യാത്രയിൽ കണ്ണിൽ അന്ധത ബാധിച്ചപ്പോൾ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ അവൻ തിരിച്ചറിഞ്ഞു. ക്രിസ്തു ഈ രണ്ടുപേരെയും പ്രത്യേകമാം വിധം തെരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ. ശിഷ്യരിലെ പ്രധാനിയായ പത്രോസും സഭയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായ പൗലോസും ചേർന്നാണ് ആദിമ സഭയെ പണിതുയർത്തിയത്. എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അവർ സുവിശേഷം അറിയിച്ചു, ജനങ്ങളെ മാനസാന്തരപ്പെടുത്തി, വിജാതീയരെ ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു, രക്ഷയുടെ മാർഗമായ ക്രൈസ്തവ വിശ്വാസത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഈ രണ്ടുപേരും ഹെറോദേസ് രാജാവിന്റെ കാലത്ത് തടവിലാക്കപ്പെട്ടുവെങ്കിലും മോചിതരായി. പിന്നീട് നീറോ ചക്രവർത്തിയുടെ കാലത്ത് രണ്ടുപേരും വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ചു. അങ്ങനെ രണ്ടുപേരും ആദിമസഭയിലെ പ്രധാന രക്തസാക്ഷികളായി, സഭയിലെ വലിയ വിശുദ്ധരായി. അതുകൊണ്ട് ഈ രണ്ടുപേരുടെയും തിരുനാൾ ഒരുമിച്ച് ജൂൺ 29 തിരുസഭ മാതാവ് ആഘോഷിക്കുന്നു.